ഹലോ കണ്ണൂർ ജി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഹനീത്ത് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 ടീസ്പൂൺ കറാമ്പൂ, 1 ടീസ്പൂൺ ഏലക്കായ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, വലിയ 2 സവാള, 2 ടൊമാറ്റോ, 1 ക്യാപ്സിക്കം എന്നിവ അരിഞ്ഞതും, പിന്നെ ബസ്മതി അരി. ഓൾ സ്പൈസസ് നമ്മളെടുത്ത എല്ലാ സ്പൈസസും നമ്മൾ ഒരു പാനിലിട്ട് വറുത്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അത് നന്നായി വറുത്തെടുക്കുക. അതിൽ മഞ്ഞൾപ്പൊടി ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കണം. നന്നായി പൊടിയേണ്ടതാണ്. വേറെ മസാലപ്പൊടിയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. ഇതൊരു അറബിക് റൈസാണ്. ഇതിൽ നമ്മൾ അറബിക് റൈസിൽ എപ്പോഴും മുഴുവൻ മല്ലിയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ നല്ലോണം പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഫോർക്ക് കൊണ്ട് കുത്തിയിടുക. അത് മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ എല്ലാ ചിക്കനും നല്ല രീതിയിൽ കുത്തിയിടുക. അതിന് ശേഷം 2 മാഗി ക്യൂബാണ് എടുക്കുന്നത്. അതപ്പോൾ 4 എണ്ണം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ 4 പീസാണ് ഉള്ളത്. അപ്പോൾ 4 പീസ് മാഗി ക്യൂബും ഈ ചിക്കനിലേക്ക് നല്ലോണം പൊടിച്ചിടുക. അതിന് ശേഷം നമ്മൾ പൊടിച്ച മസാല ഉണ്ടല്ലോ, അപ്പോൾ ഇനി മിക്സിയിൽ പൊടിച്ച് വെച്ച ഞങ്ങൾ ഓൾ സ്പൈസസിലെ അത് എടുത്തിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇടുക. രണ്ടും കൂടി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് അരി വേവാനുള്ള അത്രയും വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന നിലയിൽ നമ്മൾക്ക് ചിക്കനിലേക്ക് ഒഴിക്കാവുന്നതാണ്. നല്ലോണം വെന്തതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് ചിക്കൻ എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഞങ്ങൾക്ക് അരി വേവാനുള്ള രീതിയിൽ എടുത്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം വേറെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാവുന്നതാണ്. നേരത്തെ എടുത്ത സ്പൈസസിൽ അതിലെല്ലാം കുറച്ചെടുത്ത് ഈ പാനിലോട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇട്ടതിന് ശേഷം നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞത് ഇടുക. അത് നല്ലോണം വഴറ്റുക. ഈ അറബിക് റൈസിലെല്ലാം ഉള്ളിയോ തക്കാളിയോ അങ്ങനെ ഒന്നും കാണൂല. അപ്പം നല്ല എന്താ പറയുക, ചോറിൻ്റെ കൂടെ മിക്സായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ അത് നല്ലോണം വാടിയതിന് ശേഷം ഞങ്ങൾക്ക് ടൊമാറ്റോ ഇടാവുന്നതാണ്. അതും നല്ലോണം വാട്ടിയെടുക്കുക. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടി ഞാൻ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടായേ, ഗ്യാസിലല്ല, ഞാൻ മുറ്റത്തെ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിലേക്ക് ഇനി ഞങ്ങൾക്ക് ക്യാപ്സിക്കം ഇടാവുന്നതാണ്. ക്യാപ്സിക്കം ഇട്ട് നല്ലോണം വഴറ്റുക. അടച്ച് വെച്ച് വേവിച്ച് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുക. അതിൽ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇടാം. അരി കഴുകി ഊറ്റി വെച്ച അരിയാണ്. അപ്പോൾ അത് നമുക്ക് ഇടാവുന്നതാണ്. ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അരി, അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇടാവുന്നതാണ്. പെട്ടെന്നാകും. അപ്പോൾ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അരി വേവിക്കാവുന്നതാണ്. ഏതായ രീതിയിൽ കത്തിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായേ. ഇനി ഇപ്പുറത്ത് പാൻ വെച്ചിട്ട് ഞങ്ങൾക്ക് ചിക്കൻ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ, അത് അപ്പോൾ പൊരിച്ചെടുക്കാം. അതിൻ്റെ മേലയിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് റൈസ് വെന്തോ നോക്കാം. അപ്പോൾ കുറച്ചായിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിക്കാം. നമുക്ക് ഇപ്പുറത്തുനിന്ന് ചിക്കൻ വേഗം പെട്ടെന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ഓയിൽ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ടായിന്. അത് എനിക്ക് 2 വട്ടം എനിക്ക് പൊരിക്കാനുള്ളതുകൊണ്ടാണ് ചിക്കൻ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇനി വിളമ്പാവുന്നതാണ്. എൻ്റെ
റൈസ് റെഡിയായി. അപ്പോൾ നമ്മളെ റൈസ് പെട്ടെന്ന് തന്നെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റാണ്. എനിക്ക് മന്തിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നമ്മളെ ഹനീദ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അറബിക് റൈസ് ആയതുകൊണ്ട് എന്നാ പറയുക, ഞങ്ങൾക്ക് മന്തി ഇഷ്ടമില്ലാത്തവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.